Good morning, all. Okay, good morning. Yeah. ഫസ്റ്റ് ലേറ്റ് ആയിട്ടാണല്ലേ വളരെ കയറുന്നത്. 1 മിനിറ്റ് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക്. Okay. Okay, start ചെയ്യാം. Okay, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ?
ആരെങ്കിലും നോക്കിയായിരുന്നോ? ക്ലാസിഫിക്കേഷനൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അയച്ചിരുന്നു. ഓക്കെ, അപ്പൊ എവിടം വരെയാ എടുത്ത് നിർത്തിയത്? ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ് അല്ലെ. അവിടെ വ്യത്യസ്ത തരത്തിലുള്ള യൂണിയനുകൾ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം യൂണിയനുകൾ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന്റെ ഒക്കെ ആവശ്യങ്ങൾ അല്ലെ, അവരുടെ ഇൻട്രസ്റ്റുകൾ, അവരുടെ എന്താണ് താല്പര്യങ്ങൾ എന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കുക, അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യമാണ് യൂണിയനുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെ, യൂണിയനുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചില ഗുണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ എന്താണ് പ്രോബ്ലംസും, അതുമൂലം കുറെ പ്രോബ്ലംസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മേജർ പ്രോബ്ലംസ് വിച്ച് ആർ ഫേസ്ഡ് ബൈ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആറ് ക്യാരക്ടറൈസ്ഡ് ബിലോ അല്ലെ, അതിന്റെ പ്രത്യേക സവിശേഷതകളാണ് താഴെ പറയുന്നത്. പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ. നമ്മൾ അറിയാം അല്ലെ, ഒരു ഇതുകളാണെങ്കിൽ ഒരു ഓർഗനൈസേഷനുകളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈക്കും കാര്യങ്ങളും അല്ലെ, ഒരു യൂണിയന്റെ എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അടുത്ത യൂണിയന്റെ എന്തെങ്കിലും വരാം. അങ്ങനെ പലതരത്തില് അല്ലെ ആ ഫേമിന് നല്ല രീതിയിൽ തന്നെ എഫിഷ്യന്റ് ആയിട്ട് അല്ലെ, ഫലപ്രാപ്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷം അത് ഉണ്ടാക്കി തരുന്നതിന് പകരം അല്ലെ, അതിന് പകരം എന്താണ്, എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ, എന്തെങ്കിലും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് മുന്നോട്ട് വരികയാണ് പൊതുവെ നടക്കാറുള്ളത്. തീർച്ചയായിട്ടും എംപ്ലോയീസിന് എന്താണ്, തൊഴിലില്ലാത്തൊരവസ്ഥയിലേക്കും ചിലപ്പോഴൊക്കെ ഇത് മൂവ് ചെയ്യാറുണ്ട് അല്ലെ. തൊഴിലെടുത്ത് അവർക്ക് മതിയായ ഒരു ബെനിഫിറ്റ്സ് നേടിയെടുക്കുന്നതിന് പകരം പല ദിവസങ്ങളിലും തൊഴിൽ നഷ്ടം വരാനായിട്ടുള്ള സാധ്യതകൾ ഇതുമൂലം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, പ്രധാനമായിട്ട് എന്താണ്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിൽ ഇടപെടും അല്ലെ. അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തോടു കൂടിയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഓരോ ടൈമില് അല്ലെ വരുന്ന ഗവൺമെന്റിന്റെയൊക്കെ പിന്തുണയുള്ള ഒരു ഫേമാണ് എങ്കിൽ അവിടുത്തെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ അവരെന്താണ് കൂടുതൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്ത് അല്ലെ അവരുടെ ബിസിനസ് പ്രോഗ്രാം അല്ലെങ്കിൽ ബിസിനസിന്റെ അതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അല്ലെ. മോസ്റ്റ് ഓഫ് ദ ട്രേഡ് യൂണിയൻസ് ഇൻ ഇന്ത്യ ഹാവ് ഓൾവേസ് ഗോട്ട് ലീഡർഷിപ്പ് ഫ്രം ഔട്ട്സൈഡ് ദെയർ സിസ്റ്റം. പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് പുറത്തുനിന്ന് അല്ലെ, ഔട്ട്സൈഡിൽ നിന്ന് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ആരെങ്കിലും അല്ലെ യൂണിയനിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ വരുന്നത്. അതായത് ട്രേഡ് യൂണിയനിൽ വരുന്ന പറഞ്ഞാൽ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളുടെ കൂടി ഒരു സപ്പോർട്ട്, ഒരു ലീഡർഷിപ്പും കൂടി അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി വരും അല്ലെ. ദ ലീഡർഷിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ലീഡർഷിപ്പിൽ വരുന്നത് വ്യത്യസ്ത തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ ആയിരിക്കും അല്ലെ, ആ സ്വാധീനമായിരിക്കും. Then trade union were brought into existence by political parties of India, which played a crucial role from outside to lead the trade union. അങ്ങനെ വരുമ്പോൾ എന്താണ്, പൊതുവെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു സ്വാധീനത്തോടു കൂടി വരുമ്പോൾ എന്താണ്, അവരെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കില്ലേ ട്രേഡ് യൂണിയനിൽ നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുന്നത്. അവർക്കും അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവില്ലേ. വെറുതെ അവര് അല്ലെ ഒരു ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് അവരെ സ്വാധീന ശക്തി പ്രയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുമോ? ഇല്ല അല്ലേ. നമ്മൾ വെറുതെ ക്ലാസ് എടുത്ത് മൂവ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ് ഒന്നിച്ചു പോവാം. അപ്പൊ പുറത്തുനിന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഒരു കമ്പനിയിലേക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകുമോ? ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതായത് അവർക്ക് അവരുടെ എന്തെങ്കിലും അല്ലെ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ അവരെ നമ്മൾ വോട്ട് പിടിക്കുക അല്ലെ, ഇലക്ഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ എംപ്ലോയീസിനൊക്കെ വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് അല്ലെ, ഇലക്ഷനൊക്കെ വരുമ്പോൾ വോട്ട് പിടിക്കുക എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശം അവർക്കും ഉണ്ടാവും അല്ലെ. അവരും ഒരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെയായിരിക്കും ഇന്നത്തേക്ക് അല്ലെ കമ്പനിയിലേക്കൊക്കെ നുഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം.
The main problem with this affiliation is that these political parties look for their own interests rather than protecting the workers' rights and addressing their grievances. അതായത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പുറത്തുനിന്ന് വരുന്ന നുഴഞ്ഞു കയറുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം എന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെ? നമുക്ക് അല്ലെ എന്തെങ്കിലും സമൂഹത്തിൽ നല്ലൊരു പേര് ഉണ്ടാക്കി തീർക്കുക, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഇച്ചിരിയും കൂടിയും ഒരു അംഗബലം കൂട്ടിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഇന്റൻഷനോട് കൂടിയിട്ടായിരിക്കും അവർ ഈ കമ്പനിയിലേക്കൊക്കെ നുഴഞ്ഞു കയറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത്? എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ഇൻട്രസ്റ്റുകളൊക്കെ പരിഹരിക്കുന്നതിന് ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത്, അല്ലെ? രാഷ്ട്രീയ പാർട്ടികളും മുന്നിട്ട് വരുമ്പോഴെന്താണ് അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ് അവർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശങ്ങൾ നേടിയെടുക്കാനായിരിക്കും. എംപ്ലോയീസിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾക്കൊന്നും പരിഗണന അവര് പ്രാധാന്യത്തിൽ കൊണ്ടുവരണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. മൾട്ടിപ്പിൾ യൂണിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫേമിൽ തന്നെ വ്യത്യസ്ത യൂണിയനുകൾ പ്രവർത്തിക്കും, അല്ലെ? ഓരോ പേരില് അവരുടേതായിട്ടുള്ള അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇലക്ഷനൊക്കെ നടത്തി ലീഡർഷിപ്പിനൊക്കെ ലീഡർമാരൊക്കെ തെരഞ്ഞെടുത്ത് അവരുടേതായിട്ടുള്ള ഓരോ യൂണിയനുകൾ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകും. അപ്പൊ ഈ പരസ്പരം 1-2 യൂണിയനുകൾ ഉണ്ടാവുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്, ഉണ്ടാവോ? അവർ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ലേ? അതായത് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഒന്നിലധികം യൂണിയനുകൾ മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യതകളാണ് അടുത്തൊരു പോയിന്റ്. മൾട്ടിപ്പിൾ യൂണിയൻസ്. ദീസ് ആർ മൾട്ടിപ്പിൾ യൂണിയൻസ് ബോത്ത് അറ്റ് ദ ഇൻഡസ്ട്രി ആൻഡ് അറ്റ് ദ പ്ലാൻ ലെവൽസ്. അതായത് നമുക്കറിയാം 1-2 ഒന്നിൽ കൂടുതലും യൂണിയനുകൾ ഇൻഡസ്ട്രിയിൽ വ്യവസായത്തിൽ വരുന്നു. These unions sometimes work for a contradictory purpose and hence pose a grave threat to industrial harmony and peace. അപ്പൊ നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള 2 കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഒരാള് ഒരു രീതി കാണിക്കുകയാണെങ്കിൽ മറ്റൊരാള് മറ്റൊരു രീതി വരും, അല്ലെ? അപ്പൊ ചിലര് ഏത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനും 2 തരത്തിലുള്ള പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വിമർശിക്കുന്നവരുണ്ടാവും, അല്ലെ? ഒരു തീരുമാനം കൊണ്ടുവന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം, എതിർക്കുന്നവരും ഉണ്ടാവില്ലേ? പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നവരാണ് എങ്കിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ടിന്റെ ആവശ്യം വരുന്നില്ല. അവിടെ ഈ പറഞ്ഞ യൂണിയന്റെ കൂടി ആവശ്യം വരുന്നില്ല, അല്ലെ? ഒരു മാനേജ്മെന്റ് ഒരു തീരുമാനമൊക്കെ നടപ്പാക്കിയ അതെല്ലാവരും ഒരേപോലെ ഉൾക്കൊള്ളുന്നതാണ് എങ്കിൽ അവിടെ യൂണിയന്റെ പോലും ആവശ്യം വരുന്നില്ല, അല്ലെ? അതേസമയം ഇങ്ങനെ 2 തരത്തിലുള്ള വിവാഹക്കാർ വരുമ്പോഴെന്താണ് അവിടെ തീർച്ചയായിട്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് പറയുന്നത് കോൺട്രഡിക്ഷണറി പർപ്പസ് ആൻഡ് ഹെൻസ് പോസ് എ ഗ്രേവ് ത്രെറ്റ് ടു ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് പീസ്. അങ്ങനെ വരുമ്പോൾ സമാധാനം അല്ലെങ്കിൽ ഐക്യം കെട്ടിപ്പിടിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും, അല്ലെ? ഒന്നിലധികം യൂണിയനുകൾ ഒരു ഓർഗനൈസേഷനിൽ മുന്നിട്ട് വരുമ്പോൾ ആ യൂണിയനിൽ 2 തരത്തിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സമാധാനം കെട്ടിപ്പിടിക്കാനായിട്ട് അല്ലെങ്കിൽ യൂണിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. This problem of multiple unions arises when there are 2 or more trade unions in the same plant or industry. Okay, നമ്മൾ പറഞ്ഞ മാതിരി ഒരു ഇൻഡസ്ട്രീസ് തന്നെ 1-2 യൂണിയനുകളും അത് അങ്ങനെയാണ്. നമുക്കറിയാം 2 വിരുദ്ധ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് തീർച്ചയായിട്ടും 2 യൂണിയനുകൾ റൈസ് ചെയ്തു വരുന്നത്, അല്ലെ? അത് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നു. ഒരേപോലെ തന്നെ എല്ലാവരും ഒരേപോലെ തന്നെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിവിധ യൂണിയനുകളുടെ ആവശ്യം വരുന്നില്ല, അല്ലെ? 1-2 യൂണിയൻ വരുന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് മുന്നോട്ട് വരുന്നത്. They attempt to outdo each other and put rival claims on each other. Such unions compare with each other in the functions. Okay, നമുക്ക് നോക്കാം, മനസ്സിലാക്കിയെടുത്തോളം. അതായത് നമ്മളറിയാം ഒരു യൂണിയൻ വ്യത്യസ്ത യൂണിയനുണ്ടെങ്കിൽ ഒരു യൂണിയൻ ഇച്ചിരി നല്ല കാര്യം കാണിക്കുമ്പോഴേക്കും അടുത്ത യൂണിയനെ വെച്ചുകൊണ്ടിരിക്കും, അല്ലെ? ഏതെങ്കിലും അവസരം കിട്ടുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കും.
ഇല്ലേ, ഉണ്ടാവാറില്ലേ? അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളൊക്കെ. അപ്പൊ ഒന്നിനൊന്ന് മെച്ചം കാണിക്കണമെന്ന് തീർച്ചയായിട്ടും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ. അതിലെ ലീഡേഴ്സിന് എന്താണ് എപ്പോഴും നാം മുൻപന്തിയിലെത്തണം അല്ലെ, ഞങ്ങളുടെ യൂണിയൻ മുൻപന്തിയിലെത്തണം എന്നുള്ളൊരു മൈൻഡായിരിക്കും അതിന്റെ ലീഡേഴ്സിനും ഉണ്ടാവുക. Such a situation arises due to the presence of a various craft union in a industry. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള യൂണിയനുകൾ മുന്നോട്ട് വരാനായിട്ടുള്ള അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ യൂണിയനുകൾ മുന്നോട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നു. then എന്താണ് അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഹയർ ഡിഗ്രി ഓഫ് നെഗറ്റീവ് ഇമ്പാക്ട് ആസ് കമ്പയർഡ് ടു പോസിറ്റീവ് ഇമ്പാക്ട് ഈസ് നോട്ടീസ്ഡ് ഓൺ ദ എംപ്ലോയർ റിലേഷൻസ് ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ യൂണിയൻസ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ചില യൂണിയനുകൾ കമ്പാരിസൺലി അവിടെയുള്ള എംപ്ലോയേഴ്സിന് പിടിക്കും. കാരണം ചിലപ്പോൾ അവരോട് കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലർ യൂണിയൻ ചെയ്യുന്നത്. മറ്റു യൂണിയൻ ചിലപ്പോൾ ഇച്ചിരി കൂടി അല്ലെ അപ്പൊ എംപ്ലോയറിന് നല്ല നിലപാടുള്ള രീതിയിലായിരിക്കില്ല ചെയ്യണമെന്ന്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുടമയ്ക്ക് തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന നിലപാടെടുക്കുന്ന യൂണിയനിനോടായിരിക്കും താല്പര്യം അല്ലേ. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവില്ലേ? എപ്പോഴും തൊഴിലുടമയുടെക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന യൂണിയനോട് ഒരു ചെറിയ ചായ്വ് ആർക്കുണ്ടാവും? എംപ്ലോയറിനുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള യൂണിയനിലെ മെമ്പേഴ്സിന് അവർ കുറെ ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ വരുന്നു. ദെൻ അത് അവിടെ ഒരു കോൺഫ്ലിക്ട്സ് അല്ലെ, അവിടെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. A higher degree of a negative impact as compared to positive impact is noticed on the employee-employer relations. അവിടെ ബന്ധങ്ങളിൽ അവിടെ എന്താണ് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Then due to the existence of multiple unions, കാരണം എന്തുകൊണ്ടാ ഒന്നിലധികം യൂണിയനുകൾ അവിടെ പ്രാബല്യത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യത വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ യൂണിയൻ റൈവലറി. എന്താണ് പറയുന്നത്? യൂണിയൻ റൈവലറി എന്ന് പറയുമ്പോൾ വൈരാഗ്യം അല്ലെ, യൂണിയനിൽ തന്നെ വൈരാഗ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം എപ്പോഴും അല്ലെ പേപ്പറിലും ന്യൂസുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് വൈരാഗ്യം മൂത്തിട്ട് അല്ലെ എന്തെങ്കിലൊക്കെ സംഭവ വികാസങ്ങൾ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. കാരണം അവിടെയൊക്കെ കൂടുതൽ അല്ലെ ഒരു യൂണിയനൊക്കെ വരുമ്പോൾ വ്യത്യസ്ത യൂണിയൻ, ഒരു യൂണിയനിൽ തന്നെ ചിലപ്പോൾ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 1-2 യൂണിയനുകൾ വരുന്നതിനേക്കാൾ അപ്പുറം ഒരു യൂണിയനിൽ തന്നെ ഒരു സെപ്പറേഷൻ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒന്നും കൂടി തർക്കങ്ങൾ രൂക്ഷമാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. The rivalry between different union can be of the following types. Inter-union rivalry. എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? A rivalry exists between two groups of the same union. Then such a rivalry is called inter-union rivalry. എന്താണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്? സാധാരണയായിട്ട് ഇന്റർ-യൂണിയൻ റൈവലറിയും അതോടൊപ്പം തന്നെ എന്താണ് ഇൻട്രാ യൂണിയൻ റൈവലറിയും, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള യൂണിയൻ റൈവലറികൾ വരുന്നുണ്ട്. അതായത് വൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള യൂണിയനുകൾ. ഇതില് ഇന്റർ യൂണിയൻ റൈവലറി പറയുന്നത് എന്താണ്? When rivalry exists between two groups of the same union, then such a rivalry is called inter-union rivalry. അതായത് ഒരു യൂണിയനിൽ തന്നെ 2 ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അല്ലെ, ഒരു പാർട്ടി തന്നെ എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ ഒരു യൂണിയനിൽ തന്നെ 2 ഗ്രൂപ്പുകൾ അല്ലെ. അത് ചിലർക്ക് ആ യൂണിയനിലെ ചില ലീഡേഴ്സിനോട് അല്ലെങ്കിൽ ചില തീരുമാനങ്ങളോട് മാത്രമേ യോജിപ്പുണ്ടാവുള്ളൂ, ചിലർക്ക് ചില തീരുമാനങ്ങളോട് വിയോജിപ്പുണ്ടാവും അല്ലെ. അപ്പൊ വിയോജിപ്പുള്ള യൂണിയൻ ആളുകൾ അവരുടേതായിട്ടുള്ള നേതൃത്വമുള്ള വ്യക്തികളോടൊപ്പം നിൽക്കുന്നു. ഇതിന് യോജിപ്പുള്ളവര് സ്റ്റാർട്ട് ചെയ്ത അല്ലെ യൂണിയൻ സ്റ്റാർട്ട് ചെയ്ത് അവരോടൊപ്പം നിൽക്കേണ്ടി വരുന്നു അല്ലെ. അവിടെ അപ്പൊ തീർച്ചയായിട്ടും വീണ്ടും ഒരു ഗ്രൂപ്പ് സ്പ്ലിറ്റേഷൻ വരികയാണെങ്കിൽ അതന്നെ പറയുന്ന യൂണിയൻ ആണ് ഇന്റർ യൂണിയൻ റൈവലറി. ഓക്കെ, ക്ലിയർ ആണോ? അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണോട്ടാ. പല യൂണിയനുകളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ഇതകളൊക്കെ വരുമ്പോൾ ഇത് ഏതാന്നുള്ളൊരു സംശയങ്ങൾ വേണ്ട, നിങ്ങൾ അത് നോട്ട് ചെയ്ത് പഠിച്ചു പോവാം. ഒരു യൂണിയനിൽ തന്നെ സ്പ്ലിറ്റേഷൻ വരുമ്പോഴാണ് the dynamics associated with it come out due to
the multiple union operating from the same plant or industry. അല്ലെ അവിടെ തീർച്ചയായിട്ടും പറയാണ് ചലനാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ ആശയങ്ങളൊക്കെ വരുന്നത് അല്ലെ. തീർച്ചയായിട്ടും എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എന്താണ് സെയിം ഒരു യൂണിയന്റെ സെയിം പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു സ്പ്ലിറ്റേഷൻ വരുന്നത്. Such unions are often led by political leaders and thus have a different political affiliations. ചിലപ്പോൾ വേണമെങ്കിൽ മിക്കവാറും എന്താണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് തന്നെയായിരിക്കും അങ്ങനെ ഒരു ഇതിലേക്ക് മുന്നോട്ട് വരുന്നത്. കാരണം വ്യത്യസ്ത പൊളിറ്റിക്കൽ ആയിട്ടുള്ള നേതൃത്വത്തിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു യൂണിയനിൽ തന്നെ രണ്ട് പാർട്ടായിട്ട് തിരിയുന്നത്. അപ്പൊ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളുടെ പിന്തുണയോട് കൂടിയിട്ടായിരിക്കും അവര് പ്രവർത്തിക്കുന്നത്. The competitive nature and the concept of a survival of the fittest leaded to inter-union conflicts and routine playing games. നമുക്കറിയാം അങ്ങനെ രണ്ട് വ്യത്യസ്ത പാർട്ടികൾ തന്നെ ലീഡർഷിപ്പ് എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും തർക്കം വരാൻ സാധ്യതയുണ്ട്. ഉണ്ടാവോ? കാരണം ഒരു യൂണിയനിൽ തന്നെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ആ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നേറ്റത്തോട് കൂടിയിട്ടാണ് ആ രണ്ട് വിഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവരെന്താണോ ഓരോരുത്തരും പരസ്പരമായിട്ട് ഞങ്ങൾക്ക് അല്ലെ ഏറ്റവും മികച്ചത് ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് പോകും അല്ലെ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതായത് ഏറ്റവും നല്ല മികച്ചത് ചെയ്യണമെന്നുള്ള രീതിയിൽ ആ ഒരു മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കും അവര് പ്രവർത്തിക്കുന്നത്. then അവിടെ തർക്കങ്ങൾ വരാനായിട്ടുള്ളത് കൊണ്ട് തന്നെ സാധ്യതകളുണ്ട് അല്ലെ. റൂട്ടീൻ ആയിട്ടുള്ള ഏതൊരു പ്രവർത്തനത്തിലും തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു യൂണിയനിൽ തന്നെ രണ്ട് നേതാക്കൾ, രണ്ട് രാഷ്ട്രീയ ലീഡേഴ്സിന്റെ ആഭിമുഖ്യത്തോട് കൂടിയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ റൺ ചെയ്തു പോകുന്നത്. This situation is considered quite favorable by the management as it works on the divide and rules policy. Okay, അവിടെ ഒരു വിഭജനം അല്ലെ. തീർച്ചയായിട്ടും മാനേജ്മെന്റിനാണെങ്കിൽ അത് വിഭജിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടും അവർക്ക് ബുദ്ധിമുട്ട് വരും അല്ലെ. മാനേജ്മെന്റിനാണെങ്കിലും ബുദ്ധിമുട്ട് വരും. The inter-union rivalry has become a dominant factor in the trade union of India. This has been a very great cause for the longing of this union in the economic scenario. അതായത് നമുക്കറിയാം അല്ലെ, ഒരുപാട് ഇപ്പൊ തീർച്ചയായിട്ടും ഈ ഘടകകക്ഷി യൂണിയനുകൾ അല്ലെ ഇത് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് എന്താണ് കൂടുതലായിട്ടും ഇന്ത്യയിൽ ഒരുപാട് പ്രോബ്ലംസ് അല്ലെ. എക്കോണമിക് ആയിട്ട് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ എടുത്തു നോക്കിയാലും വളരെയധികം പ്രോബ്ലംസ് അവര് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരു യൂണിയനിൽ തന്നെ രണ്ട് രാഷ്ട്രീയ അതിർത്തിയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വിഭാഗക്കാരും എന്ന് അവിടെ പ്രോബ്ലംസ് വരുന്നത് കൊണ്ട് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടും വരുന്നു. അതിന് വീണ്ടും ഇൻട്രാ യൂണിയൻ റൈവലറി വരുന്നുണ്ട്. അതില് എന്താണ് ഇൻട്രാ യൂണിയൻ റൈവലറി അല്ലെ പ്രധാനമായിട്ട് പറയുന്നത് നോക്കാം. എന്താണ് ഹാസ് എമർജ്ഡ് ഹാസ് എ hindrance to productivity as well as industrial relations on a large scale. അല്ലെ അവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് അവിടെ ഒരു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ വരുന്നത്. നോക്കുക, ആസ് സ്റ്റേറ്റഡ് ബൈ ദ നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ NCL, so healthy competition is an essential part of a trade union democracy. അതായത് നമുക്കറിയാം ഒരു ആരോഗ്യ മത്സരം അല്ലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ജനാധിപത്യ രീതിയിലൊക്കെ നല്ല രീതിയിൽ എന്താണ് നല്ല ആരോഗ്യമുള്ള സംഘടനയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപീകൃതമാവുന്നത്. നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ അല്ലെ എന്നുള്ള രീതിയിൽ തന്നെ. നോക്കുക, ഇറ്റ് സ്റ്റിൽ ക്യാൻ ഇമ്പാക്ട് ദ സിസ്റ്റം സെവർലി ഇഫ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. അവിടെ എന്താണ് ഇതില് പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് NCL, the intra-union rivalries should be default by the central workers only. Okay, അവിടെ പ്രധാനമായിട്ടും എന്താണ് സെൻട്രൽ വർക്കേഴ്സ് അല്ലെ അവിടെ തീർച്ചയായിട്ടും അവിടെ എന്താണ് കേന്ദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. Regulatory bodies designated to still these disputes and the labor courts should come forward to help on a group's request or
unordered by the concerned government, various central organization fails to still settle the dispute. അതായത് നമുക്കറിയാം ഈ യൂണിയനിന്റെ ആഭിമുഖ്യത്തിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങൾ പരിഹരിച്ചു വരുമ്പോൾ അല്ലെ, തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് കോർട്ടിന്റെ കീഴിൽ നമ്മൾ ആശ്രയിക്കും അല്ലെ. ഒരു കോടതിയുടെ പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു. ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. കേസ് അതും സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഗവൺമെന്റ് ഇടപെടുന്നു അല്ലെ. ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ആ തർക്കങ്ങൾക്ക് പരിഹാരങ്ങൾ, എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പുറത്തിറക്കി സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരുന്നത്. So the major cause of industrial disputes are inter and intra-union rivalries. Then they also weaken the trade union movements over the country and affect the collective bargaining power of the trade union. Okay, നമുക്കറിയാം പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള അല്ലെ യൂണിയന്റെ ഉള്ളിലുള്ള യൂണിയനുകളും അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ സ്വാധീനത്തോടുകൂടിയുള്ള യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നു. ദെൻ അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ ഓരോ യൂണിയനുകളും എന്താണ് ബാർഗെയിൻ ചെയ്ത് അല്ലെ വിലപേശി തന്നെ അവരുടേതായിട്ടുള്ള അവകാശങ്ങളും ആഗ്രഹ അല്ലെ ഇൻട്രസ്റ്റുകളൊക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ ചോദിച്ചിട്ട് പോകാട്ടോ. ക്ലിയർ ആണോ? നമുക്ക് അടുത്തൊരു പ്രോബ്ലം പഠിക്കാനുള്ളത് സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ് ആണ്. നമ്മളിപ്പോ യൂണിയന്റെ കാര്യമാണ് അല്ലെ. യൂണിയന് ഒന്നിലധികം യൂണിയനുകൾ വരുന്നു, രാഷ്ട്രീയ പിന്തുണയോട് കൂടിയുള്ള യൂണിയൻ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിയന്റെ ആ ഒരു സ്മോൾ സൈസ് അല്ലെ, സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ്. അതായത് മെമ്പേഴ്സ് ആവുന്നവരുടെ ആ ഒരു സൈസ് അത് കുറഞ്ഞു വരുന്നു വെച്ചാൽ മെമ്പർഷിപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അതായത് ഒരു യൂണിയനുകൾ വരുമ്പോൾ ആ യൂണിയനിന് ശരിക്കും ബലം നൽകുന്നത് ആരായിരിക്കും? ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ അതിലെ യൂണിയൻ മെമ്പേഴ്സ് കൂടുതൽ ഉണ്ടെങ്കിലാണോ കുറവുണ്ടെങ്കിലാണോ അതിന് കൂടുതൽ അല്ലെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നത്, ഒരു ശക്തി ഉണ്ടാവുന്നത്? കൂടുതൽ അംഗങ്ങൾ ഉള്ളപ്പോഴാണോ കുറവ് അംഗങ്ങൾ ഉള്ളപ്പോഴാണോ? ക്ലിയർ ആയില്ല? ഞാൻ ഉദ്ദേശിച്ച കാര്യം ഓക്കെ ആയില്ല? അതായത് ഒരു യൂണിയൻ അല്ലെ, ഒരു യൂണിയനിലെ മെമ്പേഴ്സ് കൂടുതലാണ് എങ്കിൽ ആ യൂണിയൻ ഇത്തിരി കൂടി സ്ട്രോങ് ആണോ അല്ലയോ? അല്ലെ, കൂടുതലാണെങ്കിൽ അത് സ്ട്രോങ് ആണ് അല്ലെ. മെമ്പേഴ്സ് കൂടുമ്പോൾ അതിന്റെ ശക്തി കൂടുന്നു അല്ലെ, അതിന്റെ സൈസ് കൂടുന്നു. അതാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് കുറവായിട്ട് വരുന്നു അല്ലെ. യൂണിയനുകളില് മെമ്പേഴ്സിന്റെ അളവ് കുറഞ്ഞു വരുന്നു. തീർച്ചയായിട്ടും ആ യൂണിയനുകളിൽ അപ്പോഴും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നോക്കാം. ദ സ്ട്രെങ്ത് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ട്രേഡ് യൂണിയൻ കംസ് ഫ്രം ദ ഇറ്റ്സ് സൈസ് ദാറ്റ് ഈസ് എ നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെ. പ്രധാനമായിട്ടും ഇതിന്റെ ശക്തി എന്ന് പറയുന്നത്, യൂണിയന്റെ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ മെമ്പേഴ്സിന്റെ അളവ് അല്ലെ, എത്രത്തോളം അംഗങ്ങളുണ്ടോ അതനുസരിച്ചിട്ട് അതിന്റെ സൈസ് കൂടുന്നു, അതനുസരിച്ചിട്ട് അവരുടെ ആരോഗ്യം എന്ന് വെച്ചാൽ സ്ട്രെങ്ത്തും കൂടുന്നു. അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്കറിയാം സപ്പോർട്ട് കിട്ടണമെങ്കിൽ മെമ്പേഴ്സ് അവിടെ ഉണ്ടാവും അല്ലെ. അവരിൽ നിന്നുള്ള സംഭാവനയും കാര്യങ്ങളൊക്കെ ലഭ്യമാകിയാലാണ് ആ യൂണിയൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിലപാടുകളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടെങ്കിലൊക്കെ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതേസമയം മെമ്പേഴ്സ് പറയുമ്പോൾ ഇതൊന്നും സാധ്യമാകുന്നില്ല. Then it is also determines the nature and the scope of activities like to be performed by it and the success it will achieve in safeguarding the interest of employees. ഓക്കെ, എംപ്ലോയീസിന്റെ എന്തെങ്കിലും ഇൻഡസ്ട്രികൾക്കൊക്കെ സുരക്ഷ അല്ലെ, സേഫ് ഗാർഡ് ഒക്കെ നടത്തണമെങ്കിൽ, അതൊക്കെ നേടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ ചില ആക്ടിവിറ്റീസുകൾ വേണം അല്ലെ. ചില പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുകയുള്ളൂ. ഇതിനൊക്കെ എന്താവശ്യമാണ്? ഫണ്ട് ആവശ്യമാണ് അല്ലെ.
അപ്പൊ ഇത്തരത്തിലുള്ള ഫണ്ടിനൊക്കെ എന്താണ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണ് ഫണ്ട് സ്വരൂപിക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഓൾസോ determines the nature and the scope of activities like to be performed by each and the success it will achieve in safeguarding the interest of employees. Due to the independency of a size and operations, bigger the size of a trade union, better functioning it does. Okay, ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഇന്റർഡിപെൻസി അല്ലെ, പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ വലുപ്പം അനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങളും വികസിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ബിഗർ സൈസ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ് എങ്കിൽ അവർക്ക് നന്നായിട്ട് തന്നെ ബെറ്റർ ഫങ്ഷൻ ചെയ്യാനായിട്ട് അല്ലെ, പ്രവർത്തനങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് നമുക്കറിയാം, ഒരു കാര്യം സംഘടിപ്പിക്കുമ്പോൾ തന്നെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിലെല്ലാവരിലും അല്ലെ, ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ തന്നെ 2-3 പേര് ഉള്ളൂ എങ്കിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. പ്രോഗ്രാം സംഘടിപ്പിക്കണമെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം രംഗത്ത് അല്ലെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെമ്പേഴ്സ് അവിടെ യോഗ്യരായവരുണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുന്നതിൽ ചെറിയ രീതിയിലെങ്കിലും ഫണ്ടൊക്കെ ആവശ്യമാണ്. അതൊക്കെ സ്വരൂപിക്കാനായിട്ട് മെമ്പേഴ്സിൽ നിന്നൊക്കെ സ്വരൂപിക്കാനൊക്കെ ആയിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. ദെൻ അങ്ങനെ അവര് ഒന്നിച്ച് നിന്ന് എന്താണ് പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ച് മാനേജ്മെന്റിൽ നിന്ന് ബാർഗെയിൻ ചെയ്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ സാധിക്കും. അതെല്ലാം മെമ്പർഷിപ്പ് കുറവാണെങ്കിൽ ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടതായിട്ട് വരും. Then, however, India has witnessed a decrease in the size of trade unions in recent years, due to which the issues of a small size have been faced by the trade unions. പ്രധാനമായിട്ട് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ അല്ലെ പൊതുവെ ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പ് യൂണിയനിലൊക്കെ അംഗങ്ങൾ ആകുന്നതൊക്കെ വളരെ കുറഞ്ഞു വരുന്നു. സ്മോൾ സൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോ സൈസിന്റെ ഒരു വേരിയേഷൻ മനസ്സിലായോ? സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ് അതും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. ബിഗർ സൈസ് ആണ് എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ, മെമ്പർഷിപ്പ് കൂടുതലുണ്ട് എങ്കിൽ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചെടുത്ത് അല്ലെ അവിടെ മാനേജ്മെന്റിൽ നിന്ന് എന്തെങ്കിലും ബാർഗെയിൻ ചെയ്തെടുക്കാനോ അതൊക്കെ ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്മോൾ സൈസ് നമ്മൾ കണ്ടു. പുവർ ഫിനാൻഷ്യൽ പൊസിഷൻസ്. എന്താണ് പുവർ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് അല്ലെ. മെമ്പർഷിപ്പ് കൂടുതലനുസരിച്ചിട്ട് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ പരസ്പര ആശ്രയത്തോടു കൂടിയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. അതേസമയം എന്താണ് മെമ്പർഷിപ്പ് കുറയുമ്പോൾ ഈ പറഞ്ഞ തന്നെ പരസ്പര ആശ്രയത്തോടു കൂടിയിട്ട് അവർക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാനും പറ്റില്ല. ഒപ്പം തന്നെ എന്താണ് ഫണ്ട് സ്വരൂപിക്കാനും ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നോക്കുക, ഫോർ ദ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ദ ട്രേഡ് യൂണിയൻസ് ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദേ മസ്റ്റ് ഹാവ് എ ഗുഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെ. അവര് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടിയുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കണമെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ട് അല്ലെ ഫലപ്രാപ്തിയോട് കൂടിയിട്ടുള്ള ഒരു യൂണിയന്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അവർക്ക് മസ്റ്റായിട്ടും എന്താവശ്യമാണ്? ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആവശ്യമാണ്, എന്ന് വെച്ചാൽ ഫണ്ട് ആവശ്യമാണ്. In order to fulfill various commitments, achieve their goals and conduct a variety of programs, a lot of funds are required. നേരത്തെ പറഞ്ഞ മാതിരി അത്യാവശ്യം ഫണ്ട് ആവശ്യമുണ്ടായാൽ മാത്രമാണ് അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഗോളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. For this, the financial position of the unions must be strong. ഓക്കെ, അപ്പൊ യൂണിയൻ നല്ലതാണെങ്കിൽ അല്ലെ, സ്ട്രോങ് ആണെങ്കിൽ അല്ലെങ്കിൽ വലിപ്പം ഒരുപാട് മെമ്പർഷിപ്പ് ഉള്ള ഒരു യൂണിയൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. However, it noted that the financial position of the most of the trade unions has generally been bad over the last few years. നേരത്തെ പറഞ്ഞ മാതിരി സൈസ് കുറവാണ് അല്ലെ, ഇന്ത്യയിൽ ഇപ്പൊ യൂണിയനിലെ മെമ്പർഷിപ്പ് കുറവാണ്. അങ്ങനെ വരുമ്പോഴും നമുക്കറിയാം എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ജനറലി ബീൻ ബാഡ് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അല്ലെ, കുറച്ച് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ മാതിരി ഫിനാൻഷ്യൽ പൊസിഷനും ബാഡ് ആയിട്ട് വരുന്ന കാരണം മെമ്പർഷിപ്പ് കുറയുന്നത് കൊണ്ട് തന്നെ. It is generally believed that trade unions can work more effectively on only if they support their organization and
put more attention on improving their financial health. അതായത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ, ഫലപ്രദമായിട്ടുള്ള ഓർഗനൈസേഷന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് അവര് കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നത് അല്ലെ, കൂടുതലായിട്ട് ഇംപ്രൂവ് ആയിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻസ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ ട്രേഡ് യൂണിയൻ. അതായത് ട്രേഡ് യൂണിയന്റെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ അല്ലെ ഒരു സംഭാവനയാണ് അല്ലെ, അവരുടെ ഒരു സബ്സ്ക്രിപ്ഷൻസ് ഒക്കെയാണ് അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു കുറച്ച് ഫണ്ടുകളാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത്. അതർ സോഴ്സ് ഓഫ് ഫണ്ട്സ് ആർ ഡൊണേഷൻസ്. നേരത്തെ പറഞ്ഞ മാതിരി ആരെയും നിങ്ങളൊക്കെ സംഭാവനകൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ സെയിൽ ഓഫ് മാഗസീൻസ് അല്ലെ, മാഗസീനൊക്കെ എന്തെങ്കിലും വിറ്റ് കഴിക്കുമ്പോഴോ ഓർ ഹാൻഡ് ഔട്ട് എക്സെട്ര, അതായത് കഞ്ഞിട്ടൊക്കെ കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു ഫണ്ടാണ് ഇവരുടെ ഒരു മോസ്റ്റ് ഓഫ് ദ ഫണ്ട് എന്ന് പറയുന്നത് അല്ലെ. Then compensating office bearers and office staff expense incurred in annual convention and meeting, rents, printing, postage, stationery, etc. are few of the expenditure of this trade union. ട്രേഡ് യൂണിയനും നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വെറുതെ ഒരു യൂണിയൻ ഇങ്ങനെ പേര് ഒന്ന് സ്ഥാപിച്ചിട്ട് കാര്യമില്ല അല്ലെ. അവിടെ യൂണിയൻ നേതാക്കൾ അവരുടേതായിട്ടുള്ള മെമ്പർഷിപ്പിന്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരുടെ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് പേരുണ്ടാക്കി എടുത്തിട്ട് അവര് മാനേജ്മെന്റിന്റെ ഇടയിൽ ബാർഗെയിൻ ചെയ്യാനായിട്ട് പോകണം. എങ്കിൽ മാത്രമാണ് മാനേജ്മെന്റ് അംഗീകരിക്കുള്ളൂ അല്ലെ. പ്രോഗ്രാം ഒന്നും സംഘടിപ്പിക്കാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൂട്ടായ അല്ലെ മെമ്പർഷിപ്പിന്റെ ഒക്കെ സൈസ് കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടായ പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കുന്നില്ലെങ്കിൽ അവര് പറയുന്നത് ഒന്നും കേൾക്കാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാവണമെന്നില്ല. ശരിയല്ലേ? ഒരു ബലമുണ്ടെങ്കിലാണ് മാനേജ്മെന്റ് അതിൽ ശ്രദ്ധയിലെടുക്കുള്ളൂ അല്ലെ. ബലമില്ലാത്തവരുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒപ്പീനിയൻസുകളൊക്കെ എന്തെങ്കിലും ആശയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ മാനേജ്മെന്റ് അത് കേൾക്കണമെന്നുണ്ടോ? ഉണ്ടാവോ? കേൾക്കോ? ഒരു അല്ലെ വെറുതെ ഒരു പേരിലുള്ള യൂണിയനാണ് അല്ലെങ്കിൽ ആ യൂണിയൻ എന്തെങ്കിലും ആശയങ്ങൾ കൊണ്ടുവന്ന് അല്ലെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അവരതൊന്നും ശ്രദ്ധ പോലും വെക്കില്ല അല്ലെ. അതേസമയം നല്ല സ്ട്രോങ് ആയിട്ടുള്ള യൂണിയനാണ്. അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നു, മെമ്പർഷിപ്പ് കുറെ പേരുണ്ട് അല്ലെ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന ഒരു പബ്ലിക്കിന്റെ കൂടി കുറെ സപ്പോർട്ട് ഉണ്ട്, അതല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും അവർക്ക് എംപ്ലോയീസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്തെടുക്കാൻ മാനേജ്മെന്റിനെ സമീപിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമാണ് മാനേജ്മെന്റും അത് ശ്രദ്ധയോടുകൂടി ഉൾക്കൊള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് ആവശ്യമാണ്. ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം അല്ലെ നല്ല മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് പരസ്പര ആശ്രയത്തോട് കൂടിയിട്ടൊക്കെ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അവരുടേതായിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് എക്സ്പെൻസുകളൊക്കെ യൂണിയനുകളുണ്ട് അല്ലെ. തീർച്ചയായിട്ടും എന്താണ് അവിടെ ഭാരവാഹികളുടെ ആവശ്യം, അവർക്കൊക്കെ എന്തെങ്കിലും ഭാരവാഹികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും അല്ലെ ഫണ്ട് ചെറുതായിട്ടെങ്കിലും ഒരു പേയ്മെന്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ആനുവൽ കൺവെൻഷൻ ഒക്കെ നടത്തുമ്പോഴുണ്ടാവുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ ഒരു ചെറിയ കോപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും റെന്റ് പ്രിന്റിങ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിനെടുക്കുന്ന വാടകകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് പേപ്പർ ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പ്രിന്റിംഗ് ചാർജ്, പോസ്റ്റർ ചാർജ്, സ്റ്റേഷനറി അല്ലെ അത്തരത്തിലുള്ള കുറെ എക്സ്പെൻസുകളൊക്കെ ഇവര് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് പ്രോഗ്രാമുകൾ എന്തായാലും സംഘടിപ്പിച്ചാൽ മാത്രമാണ് പേര് ഉണ്ടാവുള്ളൂ യൂണിയന്. തീർച്ചയായിട്ടും ആ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ. ശരിയെ നോട്ടീസ് അടിക്കേണ്ടതുണ്ടാവും, ആരെങ്കിലും പ്രത്യേകമായിട്ട് ക്ഷണിക്കേണ്ടതുണ്ടാവും, അവർക്കപ്പോ ചെറുതായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന് ചെറിയൊരു കോഫി ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ എന്താണ് ഫണ്ട് അവിടെ മോസ്റ്റ് ആയിട്ടും ആവശ്യമാണ്. എന്താണ് ഇതെല്ലാം ട്രേഡ് യൂണിയൻ വഹിക്കണമെങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഡൊണേഷൻ അല്ലെ അവർക്ക് സംഭാവനകൾ കിട്ടിയിട്ടുണ്ടാവണോ അല്ലെങ്കിൽ കൈനീട്ടങ്ങളോ മാഗസീൻസ് ഒക്കെ പുറത്തിറക്കുമ്പോഴൊക്കെയാണ് അവർക്ക് ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അവിടെയുള്ള മെമ്പേഴ്സിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ സബ്സ്ക്രിപ്ഷൻസ് അല്ലെ അതിന്റെയും കൂടി ഒരു പിരിവും കൂടിയൊക്കെ ആയിരിക്കും അവർക്ക് ഫണ്ടായിട്ട് സ്വരൂപിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ മെമ്പേഴ്സ് മോസ്റ്റ്ലി അവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നെക്സ്റ്റ് ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് പുവർ ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, അവിടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇല്ല എങ്കിൽ ഒന്നും രംഗത്ത് വന്ന് നടത്തി ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫങ്ഷനിങ് ആണ്. ഓക്കെ ആണോ? 6th പോയിന്റിലേക്ക് പോയിക്കോട്ടെ.
ഓക്കെ, എന്താണ് ഇനാക്റ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? നിഷ്ക്രിയ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ട്രേഡ് യൂണിയന്റെ നിഷ്ക്രിയമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകാം അല്ലെ. അതായത് നോക്കാം, ഇഫ് ട്രേഡ് യൂണിയൻസ് ഹാവ് പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ദേ കാനോട്ട് ഫങ്ഷൻ പ്രോപ്പർലി, ദാറ്റ് ഈസ് ഇനാക്റ്റീവ് വേ. അതായത് അവര് അത്യാവശ്യം ഫണ്ടൊന്നും ഇല്ലാത്ത ഒരു പുവർ ആയിട്ടുള്ള ഒരു ദാരിദ്ര്യത്തിലൂടെയുള്ള ഒരു യൂണിയനൊക്കെ ആണെങ്കിൽ അവര് പ്രത്യേകിച്ച് ഫങ്ഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല അല്ലെ, പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവില്ല. The workers become demotivated and performance of the union goes down. Okay, അവർക്ക് നമുക്കറിയാം ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന വർക്കേഴ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, യൂണിയൻ ഒന്നും ഇല്ല. യൂണിയനിൽ ഉണ്ടെങ്കിൽ തന്നെ അവർ ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യില്ല, കാരണം അതിന്റെ അത്രയുള്ള ഫിനാൻഷ്യൽ സൗണ്ടും ഇല്ല, പാർട്ടിസിപ്പേഷനുള്ള മെമ്പേഴ്സും ഒന്നും ഇല്ലാതെ വരുമ്പോൾ അവര് ഇനാക്റ്റീവായിട്ട് അല്ലെ, നിഷ്ക്രിയമായിട്ട് അതായത് ഡൗൺ ആയിട്ട് കിടക്കുന്ന ഒരു പ്രവർത്തനമായിട്ടായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. അതും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. അതായത് ഇപ്പൊ 2-3 മെമ്പേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ അവർ ആക്റ്റീവ് അല്ലെങ്കിൽ കഴിഞ്ഞു അല്ലെ, യൂണിയൻ എന്ന പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ യൂണിയൻ എന്ന പേര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, എന്താണ് അത് അല്ലെ, ഒരു സ്ട്രോങ് ആയിട്ട് നിലകൊണ്ട് തന്നെ നേടിയെടുക്കാനായിട്ടുള്ള കഴിവുണ്ടാവണം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് വിക്ടിമൈസേഷൻ ആണ്. എന്താണ് വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത്? അതായത് എന്തെങ്കിലും കാര്യത്തിന് ഒരു ഏരിയ ആയിട്ട് ഉണ്ടാകുന്ന പേഴ്സൺ അല്ലെ. നോക്കാം, ദിസ് വേർഡ് സിംപ്ലി മീൻസ് ദാറ്റ് certain person is a victim or has been blamed for or based on an unfair behavior അല്ലെ. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് അന്യായമായ ഒരു അല്ലെ വ്യക്തി, അന്യായമായിട്ട് തന്നെ ഒരു ന്യായമല്ലാത്ത രീതിയിൽ തന്നെ അവരെ കുറ്റം വിധിക്കുന്ന ഒരു ബിഹേവിയർ ആയിരിക്കും അല്ലെ. എന്തിനും ഏതിനും ചില പേഴ്സൺസിനെ എന്തിനും ഏതിനും കുറ്റം വിധിക്കും അല്ലെ. ചിലപ്പോ ചെയ്യാത്ത കുറ്റത്തിനും കൂടി നിരപരാധിയാണെങ്കിൽ കൂടി അവര് ഇരയാവുന്ന ഒരവസ്ഥ അല്ലെ. അതാണ് വിക്ടിമൈസേഷൻ. ദിസ് വേർഡ് ഇസ് സിംപ്ലി മീൻസ് ദാറ്റ് certain person അല്ലെ, ചില പേഴ്സൺസ് ഒക്കെ വിക്ടിം അല്ലെ, അവര് ഇരയാവുന്ന എന്താണ് ചില കാര്യങ്ങളെല്ലാം അൺഫെയർ ആയിട്ടുള്ള ബിഹേവിയറോട് കൂടിയിട്ട് തന്നെ അവര് ചില കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം ചിലപ്പോ ചീത്ത പ്രവൃത്തി ചെയ്യാത്ത ചില പേഴ്സൺസ് ആയിരിക്കും, പക്ഷെ അവര് നിരപരാധിയാണെങ്കിൽ കൂടി അവരുടെ പേരിൽ കുറ്റം ചുമത്താനുള്ള സാധ്യതകളാണ് അല്ലെ. These include insisting on an employer regularly to separate himself from union and its activities, discrimination only because he is a member of a trade union, severely punishing an employee, etc. അതായത് ചിലപ്പോ ചില യൂണിയനിലെ മെമ്പേഴ്സ് ആണെന്ന് കരുതിയിട്ട് അവരെ എന്താണ് എല്ലാ കാര്യത്തിനും ഇരയാക്കും അല്ലെ. അവരെ എന്ത് ചെയ്താലും എന്തിനും എന്നാലും എല്ലാത്തിനും ഇരയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ യൂണിയനിലെ മെമ്പർ ആണെന്നുള്ളൊരു കണ്ടീഷന്റെ ബേസിൽ എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുന്ന, ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് അല്ലെ, വിവേചനം കാണിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു. അങ്ങനെ വരുമ്പോഴും എന്താണ് യൂണിയൻ അവിടെ ശുഷ്കിച്ചു പോകും, ആ യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ആരും തയ്യാറാവില്ല. ഓക്കെ, അപ്പൊ വിക്ടിമൈസേഷനും ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, ഒരു 7 പോയിന്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെയാണോ? ാണോ പ്രോബ്ലംസ് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ? രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു, രാഷ്ട്രീയ പാർട്ടികളിൽ മൾട്ടിപ്പിൾ യൂണിയനുകൾ വരുന്നു, അതായത് ഒരു യൂണിയനിൽ തന്നെ 1-2 കൂട്ടർ വരുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, സ്മാൾ സൈസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രെങ്ത് കുറയുന്നു. ദെൻ പുവർ ആണ് എങ്കിൽ അത് ഡൗൺ ആയി പോകുന്നു. ദെൻ എന്താണ് അവിടെ ഇനാക്റ്റീവ് ആയിട്ട് പ്രവർത്തനങ്ങൾ വരുന്നില്ല അല്ലെ? ഒരു ചെറിയ യൂണിയനൊക്കെ ആകുമ്പോൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നില്ല. ദെൻ എന്തിനും ഏതിനും അവരെ വിക്ടിമൈസേഷൻ നടത്തുന്നു അല്ലെ? അവിടെ ഇരയാകുന്ന ഒരു പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഇതെല്ലാം എന്താണ് ട്രേഡ് യൂണിയന്റെ പ്രോബ്ലംസ് ആയിട്ട് നിലകൊള്ളും. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, കൂടുതൽ എടുക്കുന്നില്ല. എന്തായാലും നമുക്കത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് ആണ്. കളക്റ്റീവ് ബാർഗൈനിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ദെൻ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രോസസ് ഉണ്ട്. അതോടുകൂടി നമ്മളെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള ഒരു പാർട്സും കൂടെ ഉള്ളു അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ബെനിഫിറ്റ്സ്, റിലേഷൻസ്, ട്രേഡ് യൂണിയൻസ്, പിന്നെ കളക്റ്റീവ് ബാർഗൈനിങ് അല്ലെ? അങ്ങനെ കുറച്ച് പോർഷൻസ് ആണ് ഈ ലെസണിൽ ഉണ്ടായത്. ഓക്കെ, നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ, ഞാൻ കൂടുതൽ എടുക്കില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്? അത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് കൂട്ടായിട്ട് നിന്ന് വിലപേശി നേടും. കൂട്ടായിട്ട് നിന്ന് വിലപേശി നേടുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ? സക്സസ് ആവും അല്ലെ? അത് വിജയിക്കും. ഒന്നിച്ച് നിന്നാല് അല്ലെ? എന്താണ് ഒന്നിച്ച് നിന്ന മലയും പോയും എന്ന് പറഞ്ഞ മാതിരി എന്താണ് കൂട്ടായിട്ട് നിന്ന് വിലപേശി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ? അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇതിന്റെ. ഓക്കെ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ്. The concept of collective bargaining was first originated by Sidney and Beatrice Webb, then Beatrice Webb, Britain, and also by Bombers in USA. ഓക്കെ, അപ്പൊ അവരാണ് ഇത് ആദ്യം തന്നെ ഒറിജിനേറ്റ് ചെയ്തത് അല്ലെ? ആരംഭിച്ചത് ആരൊക്കെയാണ്? സിഡ്നി ആൻഡ് ബിയാട്രിക് വെബും. അതെവിടെ നിന്നുള്ളവരാണ്? ബ്രിട്ടനിൽ നിന്നുള്ള. ആൻഡ് ഓൾസോ ബോംബേഴ്സ് ഇൻ USA, യുഎസിൽ നിന്നുള്ള ബോംബേഴ്സും കൂടിയാണ് ഇത് എന്താണ് ആരംഭിച്ചു തുടങ്ങിയത്. ഇത് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള ആശയം ആരംഭിച്ചു തുടങ്ങിയത്. Then the term collective bargaining can be split into two words, that is collective and bargaining. അത് 2 സ്പ്ലിറ്റ് വേർഡ്സ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു പേര്, ബാർഗൈനിങ് എന്നുള്ളൊരു പേര് അല്ലെ? അത് രണ്ടും കൂടിയ ഒരു പേരാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത്. ഇറ്റ് ഈസ് എന്താണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്? It is a collective process because the issue associated with the employment terms and conditions are resolved by the representatives of employees and management together. അതായത് നമുക്കറിയാം അവിടെ അല്ലെ തൊഴിൽ നിർബന്ധ അല്ലെ തൊഴിൽ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് കളക്ഷൻ നടക്കുന്നത്. അതായത് കളക്റ്റീവ് ബാർഗൈനിങ് വരുന്നത്. It is a collective process because the issue associated with the employment terms and conditions അല്ലെ തൊഴിൽ വ്യവസ്ഥകൾക്കും അല്ലെ നിബന്ധനകൾക്കും വിധേയമായിട്ട് തന്നെയാണ് അവർ കളക്റ്റീവ് ബാർഗൈനിങ് വരുന്നത്. എന്താണ് അവിടെ തീർച്ചയായിട്ടും എന്താണ് പ്രശ്നങ്ങൾ അല്ലെ? കണ്ടീഷൻസ് ആർ റിസോൾവ്ഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ് ഓഫ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. അവിടെ മാനേജ്മെന്റിന്റെയും അവിടെയുള്ള തൊഴിലാളികളുടെയും റെപ്രസെന്റേറ്റീവ്സ് എന്താണ് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ അത് റിസോൾവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അതായത് ഏത് രീതിയിലാണ് ആ പ്രവർത്തനം നടപ്പാക്കുന്നത്? അതായത് തൊഴിലിന്റെ വ്യവസ്ഥകൾക്കും അല്ലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് അല്ലെ നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് തന്നെയാണ് ഈ 2 റെപ്രസെന്റേറ്റീവ്സിന്റെ അതായത് മാനേജ്മെന്റിന്റെയും അവിടെയുള്ള തൊഴിലാളികളുടെയും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തു പോകും. ഓക്കെ, ഇപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം
തീർച്ചയായിട്ടും ഒരു ബിസിനസ് ടേം ആണ് അല്ലെ. ബിസിനസ് ടേം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള അല്ലെ ജീവനക്കാരുടെയും അവിടെ അതേമാതിരി തന്നെ തൊഴിലുടമയുടെയും ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഇൻഡസ്ട്രികള് കൈകാര്യം ചെയ്ത് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൂട്ടായിട്ട് തന്നെ ബാർഗെയിൻ ചെയ്ത് വിലപേശി കാര്യങ്ങൾ മേടിച്ചെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ വ്യവസ്ഥകൾക്ക്, അതായത് തൊഴിലിൻ്റെത് ആയ വ്യവസ്ഥകൾക്കും കണ്ടീഷനുകൾക്കും അല്ലെ അവിടെ ടേംസ് ആൻഡ് കണ്ടീഷന്റെ വിധേയമായിട്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നത്. It is a bargaining process because the methods like negotiations, then discussions, exchange of facts and ideas are used to solve an issue. അതായത് നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ ഈ ബാർഗെയിനിങ് എന്ന കാര്യം നടക്കുന്നത് അല്ലെ, ഒരു വിലപേശൽ എന്നുള്ള കാര്യം നടപ്പാക്കി കിട്ടുന്നത് ഏതിലൂടെയൊക്കെയാണ്? ചർച്ചയിലൂടെയോ അല്ലെ വസ്തുത ന്യായങ്ങളൊക്കെ ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള ചർച്ചകൾ ഡിസ്കഷൻ നടത്തിയോ അല്ലെങ്കിൽ നെഗോഷിയേഷൻ ഒക്കെ സംഘടിപ്പിച്ച് എന്താണ് അവിടുത്തെ വസ്തുതയും ആശയങ്ങളൊക്കെ പരസ്പരം അല്ലെ എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്സ് ആൻഡ് ഐഡിയാസ്, അപ്പൊ ആശയങ്ങളും വസ്തുതകളൊക്കെ എന്താണ് പരസ്പരം കൈമാറിയൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. നമുക്കറിയാം യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ മാനേജ്മെന്റിൽ നിന്ന് ബാർഗെയിൻ ചെയ്തെടുക്കാനാണ് അല്ലെ. അപ്പൊ ഈ ബാർഗെയിൻ ചെയ്തെടുക്കുന്നത് ആരെടുത്തോടെ അവിടെയുള്ള എംപ്ലോയീസിനെ കൂട്ടമായിട്ട് നിർത്തിക്കൊണ്ടാണ് അവർ വിലപേശി ബാർഗെയിൻ ചെയ്തെടുക്കുന്നത് അല്ലെ. അവിടെ കൂട്ടമായിട്ട് നിർത്തുമ്പോൾ മാനേജ്മെന്റ് തമ്മിൽ എന്താണ് അവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഡിസ്കഷനും നെഗോഷിയേഷനും ഒക്കെ സംഘടിപ്പിക്കുന്നു. കൃത്യമായിട്ടുള്ള വസ്തുത കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറുന്നു അല്ലെ. ഇന്ന എംപ്ലോയി ഇത്തരത്തിലെ പണിയെടുത്തു, അവർക്ക് അർഹതപ്പെട്ട കൂലി ഇത്രയാണ്, നമ്മൾ അല്ലെ മാനേജ്മെന്റ് ലഭിക്കും കൊടുക്കുന്നത് ഇത്രയും കൂലിയാണ്, ഇൻ കേസ് ഇവർക്ക് ആവശ്യമുള്ള അർഹമായ കൂലി എന്ന് പറയുന്നത് ഇത്രയും കൂടി കൂട്ടി കൊടുക്കേണ്ടതാണ് അല്ലെ. അവിടെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന സമയത്ത് മുതൽ ഇന്ന സമയം വരെ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ഡ്യൂട്ടികൾക്ക് ഇവിടെയെല്ലാം കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഫാക്ടിന്റെ അല്ലെ ആക്ടിന്റെ കീഴിൽ ഇത്രയും കൂലി ഇവർക്ക് അർഹതപ്പെട്ടതാണ്, അങ്ങനെ വസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈമാറ്റം ചെയ്യുന്നുണ്ട് അല്ലെ. മാനേജ്മെന്റും തന്നെ എംപ്ലോയും തമ്മിൽ കൈമാറ്റങ്ങൾ ചെയ്തിട്ടാണ് അവര് വിലപേശി എന്താണ് അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയത്. അപ്പോഴും നമുക്കറിയാം എംപ്ലോയറിനും എംപ്ലോയറിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടാവും അല്ലെ. അവരും കൃത്യമായിട്ട് തന്നെ പരസ്പരം കൈമാറും. ഇന്ന വ്യക്തികൾക്ക് ഇന്ന എംപ്ലോയീസിന് ഇന്ന കൂലികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇത്ര സമയം വരുന്നതിന് ഇത്രയും അവർക്ക് ഓരോ കൂലികൾ, ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് അവരോട് പ്രവേശിക്കുന്നത് അല്ലെ. അവിടെ ഒരു വിലപേശല്, അവിടെ തീർച്ചയായിട്ടും എവിഡൻസുകൾ ഫാക്ടുകൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഫാക്ടുകൾ യാഥാർത്ഥ്യമാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് പരസ്പരം യോജിച്ചു പോകുന്ന രീതിയിലേക്ക് ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് പ്രധാനമായിട്ടും ഈ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിൽ നടപ്പാക്കുന്നത്. വീണ്ടും നോക്കാം. In collective bargaining, both the parties cooperate to find a solution to the problems as a group rather than as an individual. അല്ലെ, അവിടെ ഓരോ വ്യക്തിയുടേതായിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ അല്ലെ അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള പ്രോസസ്സിൽ തന്നെ നടപ്പാക്കുന്നുണ്ട് അല്ലെ. ഇരു കൂട്ടരെയും നല്ല രീതിയിലുള്ള പങ്കാളിത്തത്തോടു കൂടിയിട്ട് സഹകരണത്തോടു കൂടിയിട്ടാണ് സൊല്യൂഷൻസ് എന്തെങ്കിലും പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നത്. There is no direct confirmation between the groups. അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെ, ഒരു ബുദ്ധിമുട്ടുകൾ ഒരു പ്രത്യേകമായിട്ട് ഗ്രൂപ്പുകളുടെ നേരിട്ട് ഒരു ഏറ്റുമുട്ടലൊന്നും വരുന്നില്ല അല്ലെ. There is no direct confirmation between the group. ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം നേരിട്ട് ഒരു ഏറ്റുമുട്ടലൊന്നും വരില്ല. മാനേജ്മെന്റിന് മുമ്പിൽ ബാർഗെയിൻ ചെയ്തിട്ട് അല്ലെ ഒരു നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അവര് നേടിയെടുക്കുന്നത്. നമുക്കറിയാം ഒരു ദിവസം ചിലപ്പോൾ ഒരു മണിക്കൂർ അവര് ചർച്ചകളും കാര്യങ്ങളൊക്കെ നിന്നിട്ട് അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ ചർച്ചകളൊക്കെ പിരിഞ്ഞു പോകാം. പക്ഷെ പിറ്റേ ദിവസം അവർ ഡ്യൂട്ടിക്ക് കയറും അല്ലെ, വീണ്ടും ഒരു നിശ്ചിത ദിവസം തീരുമാനിക്കും, വീണ്ടും ചർച്ചകൾ നടത്തും. അങ്ങനെ പല ദിവസങ്ങളുടെ ചർച്ചകളുടെ അന്തിമഘട്ടത്തിലായിരിക്കും ഇരു കൂട്ടർക്കും പ്രാബല്യത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നത്. ഓക്കെയാണോ? കളക്റ്റീവ് ബാർഗൈനിങ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്, ചെറിയ എക്സാമ്പിളുകൾ കൂടി നോക്കാലോ. Okay, in our family, in our daily lives, while purchasing vegetables or fruits from the market, everyone
indulges in negotiations and bargaining with the vendor to fetch the best price deal. Like, അവിടെ തീർച്ചയായിട്ടും നമ്മളൊരു വെജിറ്റബിൾ ഷോപ്പിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മേടിക്കാനൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വെണ്ടർ അല്ലെ, അവിടെ വിൽക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു ബാർഗെയിൻ ചെയ്യും. അല്ലെ, ഇത് നല്ല സാധനമാണോ, അല്ലെ ഇതിന് ഇത്രയും റേറ്റിന്റെ ആവശ്യകതയിലുള്ളൂ, ചെറിയൊരു വാട്ടപ്പൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് ഇത്രയും റേറ്റ് കുറച്ചൊക്കെ കിട്ടേണ്ടതല്ലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യും. അല്ലെ, ബാർഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ അവര് ഒരു ബെസ്റ്റ് പ്രൈസ് ഒരു ഡിസൈഡ് ചെയ്യും. അതായത് ആ ഒരു വെണ്ടറും തന്നെ കസ്റ്റമർ ആയിട്ടുള്ള പേഴ്സണും തമ്മിൽ ഒരു അല്ലെ ബാർഗെയിൻ ചെയ്ത ഒരു വിലപേശിയ സാധനത്തിനൊരു മൂല്യം കണക്കാക്കുന്നു, പ്രൈസ് നിശ്ചയിക്കുന്നു. ദെൻ അതനുസരിച്ചിട്ടാണ് നമ്മളത് പർച്ചേസ് ചെയ്ത് വാങ്ങുന്നത്, അല്ലെ, മേടിച്ചു കൊണ്ടുപോകുന്നത്. സിമിലർലി various types of negotiations are found in the work environment related to the problems of employees, which can be termed as a collective bargaining. അതായത് ഇതേമാതിരി തന്നെയുള്ള രീതി തന്നെയാണ് അവിടെ എംപ്ലോയീസും എംപ്ലോയറും തമ്മിലൊരു വിലപേശൽ നടത്തുന്നത്. അല്ലെ, തീർച്ചയായിട്ടും എംപ്ലോയി ചെയ്യുന്ന പണിക്ക് അല്ലെ അവര് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് കൂലി ലഭ്യമാക്കാൻ, അല്ലെങ്കിൽ ടൈം അവേഴ്സ് അവർക്ക് റെഡിയാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് അനുകൂലമാക്കി കൊടുക്കാനായിട്ട് എംപ്ലോയറിനോട് ആവശ്യപ്പെടുന്നു. ദെൻ എംപ്ലോയർ ഇവരുടെ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ചകളിലൂടെ കേൾക്കുന്നു. ദെൻ എന്താണ് ഇരു കൂട്ടർക്കും വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ് അവസാനിക്കുന്നു. Then the objectives of this process is to establish a win-win condition of employment for the representative of employees and employer. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫ്രൂട്ട്സ് മേടിക്കാൻ പോയപ്പോൾ, പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ വിൽക്കുന്ന ആളും അല്ലെ കസ്റ്റമറും തമ്മിലൊരു വിലപേശൽ നടത്തി ഇരു കൂട്ടരുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു. അല്ലെ, ഒരു ചെറിയ വാട്ടപ്പാണെങ്കിൽ ഒരു രൂപയെങ്കിലും കുറച്ച് കിട്ടാനായിട്ട് ഇവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്താണ് വെണ്ടർ അല്ലെ സെയിൽസ്മാൻ അതിന് അംഗീകരിക്കുകയാണെങ്കിൽ ഇരു കൂട്ടരും സാറ്റിസ്ഫൈഡ് ആകുന്നു. അല്ലെ, തീർച്ചയായിട്ടും അതുപോലെ തന്നെ എന്താണ് വിൻ വിൻ എന്ന് പറയുമ്പോൾ ഇരു കൂട്ടർക്കും എംപ്ലോയർക്കും എംപ്ലോയിയും പരസ്പരം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റുകൾ തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ ഇരു കൂട്ടർക്കും അനുകൂലമായ തീരുമാനങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. It represents a democratic decision making which is for the people, of the people and by the people. അതായത് ഇതിലെ പ്രധാനമായിട്ടും ജനാധിപത്യ ഒരു തീരുമാനം എന്ന് പറയാം. അല്ലെ, കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളാൽ തന്നെയാണ് ഇത് ബാർഗെയിൻ ചെയ്ത് നേടിയെടുക്കുന്നത്. അല്ലെ, അവിടെ എന്താണ് ബാർഗെയിൻ ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് എംപ്ലോയീസ് തന്നെയാണ്. ആരോടാണ് ബാർഗെയിൻ ചെയ്തത്? അവർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിലുടമയോടുകൂടിയാണ് അവര് ബാർഗെയിൻ ചെയ്തിരിക്കുന്നത്. ഇരു കൂട്ടർക്കും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാവും, തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? കേളേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.